എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നവരാത്രി സംബന്ധിച്ച് നവരാത്രിയുടെ ആദ്യ ദിവസമായ 22 സെപ്റ്റംബർ തിങ്കളാഴ്ച ദിവസം ശൈലപുത്രി ദേവിയുടെ നിങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്പർ 1 ആണ് ചൂസ് ചെയ്യുന്നത്, അതായത് യെല്ലോ കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1, ബ്ലൂ ആണെങ്കിൽ നമ്പർ 2 ആൻഡ് ലാസ്റ്റ് റെഡ് ആണെങ്കിൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഈ ഒരു പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം ശൈലപുത്രി ദേവിയുടെ നവരാത്രിയുടെ 1-ാം ദിവസം നമ്മൾ ദുർഗാദേവിയുടെ ഏറ്റവും ആദ്യത്തെ ഫോമായിട്ടുള്ള ശൈലപുത്രി ദേവിയുടെ സന്ദേശമാണ് നിങ്ങൾക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണ് എങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ദിവസം നമ്മൾ നവരാത്രി 9 ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ദുർഗാദേവിയുടെ ഓരോ രൂപങ്ങളാണ് ഓരോ ദിവസവും ഓരോ സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ റീഡിങ്സിൽ ഫസ്റ്റ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതേപോലെ 6 ഓഫ് സോഡ്സ് എനർജി, നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ 4 ഓഫ് വോൺസ് എനർജി, വേൾഡ് കാർഡ്, ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം 22-ാം തീയതി സെപ്റ്റംബർ 22-നാണ് നവരാത്രിയുടെ ആദ്യ ദിവസം, തിങ്കളാഴ്ച ദിവസം തുടങ്ങുന്നത്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശൈലപുത്രി ദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതം എടുക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചടങ്ങുകളും ആചാരങ്ങളും ചെയ്യുന്നത്. ദുർഗാദേവിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു അവതാരമായിട്ടാണ് ശൈലപുത്രി ദേവി പറയപ്പെടുന്നത്. ഈ ദിവസത്തെ നമ്മൾ ഓരോ ദിവസം ഓരോ നിറം പറയുന്നുണ്ട് നവരാത്രിയായിട്ട് അനുബന്ധിച്ചിട്ട്. ആദ്യത്തെ ദിവസം വെള്ളയാണ്, കാരണം ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ദുർഗാദേവിയുടെ ഈ ഒരു അവതാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് വളരെയധികം പ്യൂരിറ്റി അല്ലെങ്കിൽ പവിത്രതയും സമാധാനവും സ്വസ്ഥതയും പുതിയ തുടക്കവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്വേത നിറമാണ് പറയുന്നത്, വെള്ളയാണ് നിറം. ആ ഒരു ദിവസം ഇപ്പം വെള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം പൂർണ്ണമായിട്ടും വെള്ള വസ്ത്രം എന്നുള്ളതല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു വെള്ള കളറുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് കൂടുതലും നവരാത്രി കാര്യങ്ങളൊക്കെ കൂടുതൽ ആഘോഷിക്കുന്നത്. നാട്ടിലും ആഘോഷിക്കുന്ന ആളുകളുണ്ട്, എന്നിരുന്നാലും അപ്പോഴത്തേക്ക് തമിഴ്നാട്, സൗത്ത് ഇന്ത്യയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആഘോഷിക്കുന്നത്. എൻ്റെ അപ്പുറത്തേക്ക് നോർത്ത് ഇന്ത്യയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും ഉണ്ട്. ഇത് ആദ്യ ദിവസം എന്ന് പറയുന്നത് ഘടസ്ഥാപന, അതായത് ആ ഒരു കലശം സ്ഥാപിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഇന്ന ദിവസം കലശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്നത് സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായാൽ മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലമുള്ള ആളുകളാണെങ്കിൽ നഷ്ടങ്ങൾക്ക് തിരിച്ച് വേറൊരാളോട് സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. എല്ലാവരും ഒരുപോലെ നെഗറ്റീവായിട്ട് ചിന്തകൾ കൊണ്ടുവരുന്ന ഒരു രീതിയല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും ഇഷ്ടവും നിങ്ങളോട് സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗഭാക്കാവുകയും സന്തോഷമില്ലാത്ത, അതായത് നിങ്ങൾക്ക് ആവശ്യങ്ങളുള്ള സമയത്ത് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിൽക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്.
അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു നവരാത്രി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് യാത്രകൾ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ആ ദിവസം യാത്ര ചെയ്യേണ്ടി വന്നേക്കാം അന്നേ ദിവസം. അതല്ലെങ്കിൽ അന്നേ ദിവസം നിങ്ങളുടെ ചില യാത്രകൾ കാര്യങ്ങൾ തീരുമാനമാകുന്ന ഒരു സമയമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഗുഡ് ന്യൂസ് ചിലപ്പോൾ വന്നേക്കാം. വിദേശവാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് യാത്രകൾ, ദൂരെ യാത്രയ്ക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയായിരിക്കാം നിങ്ങളെ തേടി വരുന്നത്. അതായത് വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ റെഡിയാവുന്നത്, വിസ കാര്യങ്ങൾ റെഡിയാവുന്നത്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസമായിരിക്കും എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോൾഡ് കാർഡ് എനർജിയാണ്. അപ്പോൾ ലൈഫ് ഒത്തിരി നാളായിട്ട് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണോ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ പുറകിലായിട്ടുള്ളത് അതേ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ പലരും മനസ്സിലാക്കുന്നു, നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ പുതിയ സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രണയവും ആവാം. പഴയത് പലതും നഷ്ടപ്പെടുത്തി പോയി, അല്ലെങ്കിൽ നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് കൂടെ ഇല്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയെ മറികടന്ന് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പവിത്രത, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിഷ്കളങ്കത മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം മറ്റുള്ളവരിൽ നിന്ന് കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ് ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് പേർപ്പസ് നിങ്ങളുടെ മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളുടെയും പര്യവസാനവും പുതിയ പല കാര്യങ്ങളുടെയും തുടക്കവും കൂടിയിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് പല വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പോസിറ്റീവ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പല കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും കോമ്പറ്റീഷൻ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ മത്സര പരീക്ഷകളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരവൽക്കരിച്ച് കളയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ പല പരീക്ഷകളിലും കറക്കിക്കുത്തി പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യം കൊണ്ട് ജയിച്ച ആളുകളായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ എപ്പോഴും ആ ഒരു ഭാഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഭാഗ്യം കൊണ്ട് ഇനിയും ജയിക്കാം അല്ലെങ്കിൽ കടന്നുകൂടാം എന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ പോകാതിരിക്കുക. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അതിനുള്ള ഫലമാണ് ലഭിക്കുന്നതല്ലാതെ അത് പണിയെടുക്കാത്തതിനുള്ള ഫലം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും. അതേസമയം എനിക്ക് ഇങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ അവസരങ്ങൾ ഒത്തിരി മുന്നിട്ട് വരുന്നുണ്ട്. 7 ഓഫ് കപ്സ് എനർജിയാണ്. അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് അത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവസരം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അവസരവും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, പുതിയ ജോലി സാധ്യതകൾ, വിദ്യാഭ്യാസകരമായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാം. ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊമോഷന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരീക്ഷകൾ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാവാം, PSC ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് ജോലി കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നു എന്ന് വെച്ചിട്ട് ഫുൾ ടൈം അവരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതല്ല. അല്ലെങ്കിൽ പ്രണയം കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എളുപ്പമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ക്യൂൺ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുകയും, അതായത് ഒരു ദിവസം കണ്ടു പിറ്റേ ദിവസം ഒന്നും വിളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് തിരക്കായിരിക്കുമെന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ച് നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്ന, അല്ലാതെ നിങ്ങളെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അടുത്തറിയുകയും മനസ്സിലാക്കുകയും, അതായത് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. വിട്ടുകളയുന്ന ഒരു കൊച്ചു കാര്യത്തിന് വിട്ടുകളയുന്ന, നമ്മൾ തുമ്മിയാത്തെറിക്കുന്ന മൂക്കല്ല,
മറിച്ച് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാകുകയും നിങ്ങളെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുപാടും ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് ശൈലപുത്രി ദേവിയുടെ സന്ദേശം എന്താണ് നവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏസ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾസ്, ടവർ മൊമെന്റ്, അതേപോലെ തന്നെ ഷെറിയറ്റ്. നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ്, ജസ്റ്റിസ് എനർജി, ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ഒരു റീഡിങ്ങിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. ഓടനുബന്ധിച്ചിട്ട് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം, അതായത് 9 ദിവസമാണ് നവരാത്രി ആഘോഷം. അപ്പോൾ നവരാത്രിയുടെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ശൈലപുത്രി ദേവി, അതായത് ദുർഗ ദേവിയുടെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ശൈലപുത്രി ദേവിക്ക് വേണ്ടിയിട്ടാണ് ചടങ്ങുകൾ അന്നേ ദിവസം നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ദിവസം നമ്മൾ ഓരോ 9 ദിവസം ഓരോ നിറങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ശ്വേതവർണ്ണം, വെള്ള നിറമാണ്. കാരണം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പവിത്രതയും സമാധാനവും സ്വസ്ഥതയും പുതിയ തുടക്കവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസമാണ്. പ്യൂരിറ്റി ആൻഡ് പീസ് ആണ്. പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും പാല് കൊണ്ടിട്ടുള്ള മധുരപലഹാരങ്ങൾ ഓഫറിംഗ് ആയിട്ട് വയ്ക്കാവുന്നതാണ് അന്നേ ദിവസം. അതേപോലെ തന്നെ അന്നേ ദിവസം എന്ന് പറയും നമ്മൾ തമിഴ്നാട്ടിലോട്ട്, കേരളം കഴിഞ്ഞാൽ തമിഴ്നാട് മുതൽ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു രീതിയിൽ ഇന്നേ ദിവസം എന്ന് പറയുന്നത് ഘടസ്ഥാപന, അതായത് കലശം വയ്ക്കുന്ന ഒരു രീതിയാണ്. അത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ അധികം പ്രാബല്യത്തിലില്ല. തമിഴ്നാട് അപ്പുറത്തോട്ട് പോകുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിലും പല രീതികളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ അറിയാൻ, എങ്ങനെയാണ് ഈ കലശം വയ്ക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏസ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു, റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല. എവിടെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്തത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നത് എന്നുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പല രീതിയിൽ നിങ്ങളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഇതുവരെ ഇത് ലൈഫിൽ മാറ്റി നിർത്തിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചേർത്ത് നിർത്തുന്നത്. കാരണം ഇതുവരെ നിങ്ങൾ മാറ്റി നിർത്തിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിരുന്നത് അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളോടൊപ്പം നിന്നിരുന്ന ചില ആളുകളും അവർ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെയും ചിന്ത എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടാവില്ല.
അത് മറ്റുള്ള ആൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെയാണ്. പല ആളുകളോടും സംസാരിക്കാത്തോ അല്ലെങ്കിൽ പല ആളുകളെയും വേറെ രീതിയിൽ കാണുന്നത് അവർക്കൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ കൂടെയുള്ള അവരുടെ കൂട്ടുകാർ പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങളും അത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു, ചില വ്യക്തികളോടുള്ള നിങ്ങളുടെ സമീപനം, പെരുമാറ്റം ഇതൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ദിവസം നിങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിവിനിറ്റി, ആ ഒരു പവിത്രത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും. അതേപോലെ നെക്സ്റ്റ് ചാരിയറ്റ് എനർജിയാണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് വളരെ ലോജിക്കലായിട്ട് പല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾ അതിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. ചില ആളുകൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മുതലെടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ അവർക്ക് മുതലെടുക്കാൻ നിന്ന് കൊടുത്തതായിരുന്നു ഇതുവരെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം എന്താ പറയുക, ക്ലിയർ തിങ്കിങ്, വളരെ വ്യക്തതയോട് കൂടിയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ ധൈര്യപൂർവ്വം മറ്റുള്ളവരോടത് സംസാരിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, നിങ്ങൾ സൗഹൃദം അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്നത് ആഘോഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന, അതായത് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളല്ല, അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ആ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു. അത് വളരെയധികം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാകുന്നു. കാരണം വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ വെറുതെ വഴി പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അങ്ങനെ നാവ് കൊണ്ടുള്ള സഹായമല്ല, മറിച്ച് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം തരുന്നു. നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാഹചര്യമാണത്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ എന്താ എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. പിന്നീട് ആ വ്യക്തിയായിട്ട് സംസാരിക്കുകയും മറ്റാളുകളോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പരിചയമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്തിന് പരിചയമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പിന്നീട് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് അതിലൊരു ഉറപ്പില്ല ഇത് വിശ്വസിക്കാമോ എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ദിവസം പുതിയ തുടക്കമാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ഇപ്പോൾ ബെഡ് റിഡൻ അല്ലെങ്കിൽ കിടക്കയിൽ തന്നെ കിടന്നു പോയിട്ടുള്ള ആളുകളും അവർ പതുക്കെ എഴുന്നേറ്റ് ഇരിക്കാനും നടക്കാനും വരെ തുടങ്ങുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഒരു സാഹചര്യം പല അർത്ഥത്തിലും ജീവിക്കാനുള്ള മോഹം വരുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് കാണിക്കുന്നു. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പണിത് ഉയർത്തിയിട്ടുള്ള മറ്റുള്ളവരുടെ തീരുമാനത്തിൻ്റെ പുറത്തായിരിക്കും. ആ ഒരു തീരുമാനം വളരെ തെറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മറ്റൊരാൾ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാവാം. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തിൽ നിങ്ങൾ ഈ വ്യക്തിയോട് മാപ്പ് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളായിട്ട് കെട്ടിപ്പടുക്കിയ ചില കാര്യങ്ങൾ വീണ്ടും പുനർസൃഷ്ടിക്കാനായിട്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ സൗഹൃദങ്ങളിലോ അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് തിരിച്ചു പിടിക്കുന്ന ഒരു എനർജിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണയുടെ ഒക്കെ പുറത്ത്. കാരണം ഇവിടെ ജസ്റ്റിസ് എനർജിയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളാവും. അറിയാതെ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടെ ഭാഗത്താണ് പ്രശ്നം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ അവരെ ക്രൂശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കിയാലും നിങ്ങൾ ചെയ്തതാണല്ലോ. അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ കലശം വച്ചിട്ട് അഖണ്ഡജ്യോതി തെളിയിക്കാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം എള്ളുതിരി
നീരാഞ്ജനം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയം ഈ പറയുന്ന പ്രായശ്ചിത്തങ്ങളും പാപപരിഹാരങ്ങളും ചെയ്യുന്നത്, ഇനി നിങ്ങൾ അറിഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അറിയാതെയുള്ള തെറ്റുകൾക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു തുടക്കം, സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഐശ്വര്യവും ലോട്ടറി ഭാഗ്യവും ചില ആളുകളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. അപ്പോൾ പൈൽ നമ്പർ 3 ശൈലപുത്രി ദേവിയുടെ നിങ്ങൾക്കായിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശൈലപുത്രി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Queen of Wands, Lovers Energy, Hanged Man, 10 of Wands, 5 of Swords, 3 of Pentacles. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 7 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയട്ടെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, അതായത് നമ്മൾ ഈ ചെയ്യുന്ന സന്ദേശം എന്ന് പറയുന്ന നിങ്ങൾ ശ്രവിക്കുന്ന ഈ ഒരു സന്ദേശം ശൈലപുത്രി ദേവിയുടേതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ 22 സെപ്റ്റംബർ തിങ്കളാഴ്ച ദിവസം നവരാത്രിയുടെ ആദ്യത്തെ ദിവസം തുടങ്ങാണ്. ആദ്യത്തെ ദിവസം ദുർഗാദേവിയുടെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ശൈലപുത്രി ദേവിക്ക് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം ഓരോ ദിവസവും നവരാത്രിക്ക് ഓരോ നിറങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസത്തെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്, വൈറ്റ്. അപ്പോൾ ഇത് പ്യൂരിറ്റിയുടെയും പീസിൻ്റെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതാണ്. അതേപോലെ പുതിയ തുടക്കങ്ങളുടെയും തീർച്ചയായിട്ടും ഒരു പവിത്രതയും സമാധാനത്തിൻ്റെ നിറം എന്ന് പറയുന്നത് തന്നെ വൈറ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ദിവസം വൈറ്റ് നിറമാണ് ഉപയോഗിക്കാം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം വെള്ള നിറത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഷർട്ടോ അത് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ ഏതെങ്കിലും ടോപ്പോ പാൻസോ അങ്ങനെ ഏതെങ്കിലും നിറം ഉപയോഗിക്കാം അന്നേ ദിവസം. പിന്നെ പാല് കൊണ്ടിട്ടുള്ള മധുര പലഹാരങ്ങൾ ഓഫറിങ്സ് ആയിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ദിവസം നമ്മൾ കേരളത്തിൽ അങ്ങനെ നവരാത്രി എന്നുള്ള വലിയ രീതിയിൽ ആഘോഷങ്ങളില്ല. എന്നിരുന്നാലും തമിഴ്നാടും അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഈ ദിവസം മുതൽ ആഘോഷങ്ങൾ തുടങ്ങുക. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഘടസ്ഥാപനമാണ്, അതായത് കലശം ആണ് ചെയ്യുന്നത്. അത് കലശം വയ്ക്കുക. അതേപോലെ അഖണ്ഡ ജ്യോതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കലശം നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സൗത്തിൽ ആണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. എല്ലാത്തിൻ്റെയും സങ്കല്പം ഒന്നാണെങ്കിൽ പോലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് സംബന്ധിക്കുന്ന വീഡിയോ ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്താം. നമുക്ക് ഈ റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ആദ്യം തന്നെ പറയട്ടെ, വളരെ സംതൃപ്തിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ഈ ഒരു സമയം, ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു സമയമാണ്. കുറച്ചൊരു പൊടിക്ക് അസൂയ കുശുമ്പൊക്കെ ചിലപ്പോൾ വന്നേക്കാം. കാരണം ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് അതാണ്. അതേപോലെ റിസ്ക് എടുക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയമാണ്. പക്ഷേ റിസ്ക് എടുക്കാൻ ഒരു ചെറിയ ഉൾഭയം ഉണ്ടാവും. അതേസമയം മറ്റാളുകൾ അതിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയ അസൂയവും കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ട്, എന്നാലും എന്തോ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലുണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങളായിരിക്കാം, ഫെയിലിയേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു ധൈര്യം മനസ്സിൽ വയ്ക്കുക. ദുർഗാദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അപ്പോൾ വളരെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക.
അപ്പോൾ ചില ആളുകൾ പറയും വിനയത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ കഴിവുകൾ തുറന്ന് പറയുകയും ഞാനിത് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത് അഹങ്കാരമാണ് എന്നുള്ളത്. പറയുന്ന ഒരു രീതിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. എന്നിരുന്നാലും പറയുന്നത് അഹങ്കാരമാണ്. നമ്മളെപ്പോഴും വളരെ ലളിതമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ആരോടും പറയരുത്, മറ്റുള്ളവരായ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ട് വളർന്നതായിരിക്കും നിങ്ങൾ. കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് പറയുന്നത് ഒരു അഹംഭാവമല്ല. പറയുന്ന രീതി അതുപോലെ ആവാതിരുന്നാൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതും. അതേപോലെ തന്നെ 10 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തലയിലേറ്റി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ഇതൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് തലയിൽ വയ്ക്കുമ്പോൾ അതൊക്കെ നിങ്ങളിനി റീബിൽഡ് ചെയ്യണം. ഒരു ടവർ മൊമെൻ്റ് ആണിത്. ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ടവർ മൊമെൻ്റ് ആണിത്. കാരണം നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ബിൽഡിംഗ് പണിതിരിക്കുന്നത് ആവശ്യമില്ലാത്ത എല്ലാം നിങ്ങളുടെ തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ കൂടിയാണ് ട്രെയിൻ ഓടുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിന് അപ്പോൾ നിങ്ങൾക്ക് സമയം തികയാതെ വരും. ശാരീരികവും മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം ക്ഷീണിതരാകുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരെയും സഹായിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ചൂരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ. അപ്പോൾ നമ്മളുടെ ആരോഗ്യം നോക്കിയിട്ട് നമ്മൾ പറയില്ലേ, ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവർ പറഞ്ഞു തരും മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഓക്സിജൻ മാസ്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. കാരണം അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ജീവനോടെ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യം ചെയ്തിട്ട് എന്നുള്ളതാണ്. അത് സ്വാർത്ഥതയല്ല. മുന്നോട്ടേക്ക് കൂടുതൽ ആളുകളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സ്വാർത്ഥതയല്ല എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു പ്രണയം കാണിക്കുന്നുണ്ട്. ഇതൊരു ലിറ്ററൽ മീനിങ് ആണ്. അതായത് പ്രണയമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറേ നാളുകളായിട്ട് നിങ്ങളോട് സംസാരിക്കാതിരുന്ന അടുത്ത സുഹൃത്തുക്കൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അടുത്തിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുന്ന സമയമാണ്. 999 മാനിഫെസ്റ്റേഷൻ ചെയ്തവരാണെങ്കിൽ 9/9 പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നവരാത്രി തുടങ്ങുന്ന ദിവസമോ ഈ വരുന്ന 9 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കാനുള്ള അവസരവും നിങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രണയവുമായിട്ട് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അതേപോലെ തന്നെ 5 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. പേഴ്സണൽ ലൈഫ് അല്ലാതെ പ്രൊഫഷണൽ ലൈഫിൽ കുറച്ച് കോമ്പറ്റീഷനുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതിനർത്ഥം അവസരങ്ങളില്ല എന്നുള്ളതല്ല. ഒത്തിരി അവസരങ്ങൾ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, കോമ്പറ്റീഷനാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവില്ല. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക എല്ലാ കാര്യങ്ങളും. അല്ലാതെ വെറുതെ പോകാതിരിക്കുക. ഇത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി സ്മാർട്ട് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നിങ്ങൾക്ക് ഉയരത്തിലെത്താനും സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നുകിൽ ഭയം, അതായത് ഇവരൊക്കെ ഉണ്ടല്ലോ ഞാൻ എങ്ങനെ ജയിക്കുമെന്നുള്ളത്. അതല്ലെങ്കിൽ ചില ആളുകളും ഇതുവരെ കറക്കിക്കുത്തി ജയിച്ചു ഇനി അങ്ങനെ ജയിക്കാന്നുള്ളത്. ഇത് രണ്ടും ശരിയല്ല. കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ച് മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്കും ഇവിടെ അവസരമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചൊരു ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻ ഉണ്ട്. നിങ്ങൾ സ്റ്റക്കാണ്, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, അതിന് അങ്ങനെ പല പല ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റക്ക് ഫീലിംഗ് ആണ് ഈ ഒരു എനർജി കണക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാറില്ല. കാരണം മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്താണ്, അവരുടെ ജീവിതം, അവരുടെ ലൈഫിൽ അവർ നേടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നമ്മളുടെ നെഗറ്റിവിറ്റി, അതായത് അവരെ കാണുമ്പോൾ നമ്മുടെ അസൂയം, കുശുമ്പ് കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ചിന്തകൾ, അതാണ് നമ്മുടെ മനസ്സിൽ. സോ ലീൻ ഇൻ ടു യുവർ ഇന്നർ വേൾഡ്. നിങ്ങളുടെ ലോകത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാത്തരം മാജിക്കുകളും മിറാക്കിൾസ്, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഇതൊരു അത്ഭുതമായിരിക്കും അത് നടന്നാൽ എന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ ഈ ഒരു അത്ഭുതം നടത്തിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. സറണ്ടർ ടു ദ ഡിവൈൻ എനർജി, സറണ്ടർ ടു ദ കോസ്മോസ്, സറണ്ടർ ടു ദ യൂണിവേഴ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചുറ്റുപാടും മനുഷ്യരായിട്ടുള്ള ആളുകൾ, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങളെ സഹായിക്കുന്നത്
എറ്റേണൽ വേൾഡ് എന്നുള്ള ആളുകളാണ്, ആസ്ട്രൽ എൻറ്റിറ്റീസ്. പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ രാത്രി സ്വപ്നങ്ങൾ കാണുമ്പോൾ ഭീകരമായിട്ടുള്ള ജീവികൾ, നെഗറ്റീവായിട്ടുള്ള വളരെ ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെയുള്ള രൂപങ്ങളില്ല, അതുപോലുള്ള രൂപങ്ങളൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആസ്ട്രൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ആസ്ട്രൽ അങ്ങനത്തെ എൻറ്റിറ്റീസ് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി തകർക്കാനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിലാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ മെയിൻ തീം എന്ന് വെച്ചാൽ 7 ഓഫ് സോഡ്സ് എനർജിയാണ്. സ്പിരിച്വലി കണക്റ്റഡ് ആവേണ്ട അനിവാര്യമാണ്. പറ്റുന്നുണ്ട് എങ്കിൽ ഈ ഒരു നവരാത്രിക്ക് കലക്ഷൻ വയ്ക്കുക. ഇതൊക്കെ കുറച്ച് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ കുറഞ്ഞ പക്ഷം പാല് അല്ലെങ്കിൽ വെള്ള കളറിലുള്ള എന്തെങ്കിലും മധുരപലഹാരം ചെയ്തെടുക്കാവുന്നതാണ് അന്നേ ദിവസം ഓഫറിങ് എന്നുള്ള രീതിയിൽ. അത് ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഓഫറിങ് എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ചില ആളുകൾ പൂജകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല, അതിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതല്ല ഇനി കലശത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.